സതീശ, നിങ്ങൾക്ക് എന്ന് ഓരോന്ന് പറഞ്ഞ് നാറാനാണല്ലോ നിങ്ങളുടെ വിധി എന്നാലോചിക്കുമ്പോഴാണ് സങ്കടം തോന്നുന്നത്. കാരണം കാണിച്ചു കൂട്ടുന്ന ഓരോ കോപ്രായങ്ങൾക്ക് വലിയ തോതിലുള്ള വില നൽകേണ്ടി വരുന്ന അവസ്ഥയിലേക്കാണ് കാര്യങ്ങളുടെ പോക്ക്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വിഴിഞ്ഞം പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഞങ്ങളെ അങ്ങോട്ട് ക്ഷണിച്ചിട്ടില്ല, അല്ലെങ്കിൽ ഉമ്മൻചാണ്ടിയുടെ പേര് പ്രസംഗത്തിൽ പറഞ്ഞിട്ടില്ല, അതല്ലെങ്കിൽ വേണ്ട പരിഗണന കിട്ടിയില്ല എന്ന് നിങ്ങൾ വിലപിക്കുമ്പോൾ ഒരു കാര്യം നിങ്ങൾ ചിന്തിക്കണം. എന്താണ് ശരിക്കും നിങ്ങൾ വിഴിഞ്ഞം പദ്ധതിക്ക് വേണ്ടി കാട്ടിക്കൂട്ടിയ കോപ്രായങ്ങൾ എന്ന് നിങ്ങൾ ചിന്തിക്കണം. അല്ലെങ്കിൽ ഈ നാട്ടിന്റെ വികസനം തടയാനായിട്ട്, തടസ്സപ്പെടുത്താനായിട്ട് നിങ്ങൾ നടത്തിയ നീക്കങ്ങൾ എന്താണെന്നെങ്കിലും കുറഞ്ഞ പക്ഷം പൊതുജനങ്ങളോട് തുറന്നു പറയാൻ നിങ്ങൾ തയ്യാറാകണം. എല്ലാവർക്കും വളരെ സജീവമായി ലൈവായി തന്നെ അറിയാവുന്ന കാര്യം എന്നതുപോലെ തന്നെ നിങ്ങൾ തകർത്തെറിഞ്ഞ, അല്ലെങ്കിൽ നിങ്ങൾ ഇടങ്കോലിട്ട, തടസ്സം സൃഷ്ടിച്ച പദ്ധതിയാണ് LDF സർക്കാർ വളരെ സക്സസ് ആയി പൂർത്തീകരിച്ചിരിക്കുന്നത്. എന്തെല്ലാം കുഴപ്പങ്ങൾ, വിഷയങ്ങൾ ഇവിടെ ഉണ്ടാക്കി തീർക്കാൻ പദ്ധതിയുടെ പേരിൽ ശ്രമിച്ചു എന്നുള്ള കാര്യം നിങ്ങൾ വീണ്ടും വീണ്ടും ആലോചിക്കേണ്ടതുണ്ട്. അതായത് വിഴിഞ്ഞം പദ്ധതിക്ക് വേണ്ടി കഴിഞ്ഞ 8 വർഷമായിട്ട് നിങ്ങൾ ഒന്നും ചെയ്തില്ല, അല്ലെങ്കിൽ LDF സർക്കാർ ഒന്നും ചെയ്തില്ല എന്ന് പറയുന്നത് അദ്ദേഹം ചൂണ്ടുന്നത് എങ്ങനെയാണ്? 2 പിണറായി ഭരണ കാലഘട്ടത്തെയാണ് ചൂണ്ടുന്നത്. അപ്പോൾ അതിനുവേണ്ടി ഒന്നും ചെയ്തില്ല എന്ന് പറയുന്ന VD സതീശ, നിങ്ങളൊന്ന് പുറകോട്ട് തിരിഞ്ഞു നോക്കണം. ഉമ്മൻചാണ്ടി ഇവിടെ നിന്ന് വിട വാങ്ങുമ്പോൾ വിഴിഞ്ഞം പദ്ധതിയുടെ ഭാഗമായിട്ട് ഒരു തറക്കല്ല് മാത്രമായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. അതിനെ ആരും നിഷേധിക്കുന്നില്ല. ആ കല്ല് ഇപ്പോഴും ഉണ്ട്. ആ കല്ലിന്റെ മുകളിലാണ് അത് എല്ലാം പണിത് പൊക്കിക്കൊണ്ടുവന്നത്. അതെല്ലാം ഞങ്ങൾ അംഗീകരിച്ചു. ശരിക്കും എന്നാൽ നിങ്ങൾ കാട്ടിക്കൂട്ടിയ കോപ്രായങ്ങൾ എത്ര വലുതായിരുന്നു, എത്രത്തോളം തോന്നിയാസങ്ങളായിരുന്നു നിങ്ങൾ ഇതിന്റെ പേരിൽ നടത്തി. ഇപ്പോഴത്തെ ഒരു അവസ്ഥ നോക്കും. അതായത് ആ തറക്കല്ലിൽ നിന്ന്, അവിടെ നിന്ന് ആ തറക്കല്ല് പറിച്ചു കളയാനൊന്നും ആരും പോയിട്ടില്ല. ആ തറക്കല്ലിൽ നിന്ന് ഒരു മദർഷിപ്പ് എത്തി ഇവിടെ നിന്ന് ചരക്ക് എത്തിച്ച് ആ ചരക്ക് ഇറക്കി അത് മടങ്ങിയിരിക്കുകയാണ്. ആ സാഹചര്യത്തിലാണ് സ്വപ്ന പദ്ധതിയായ വിഴിഞ്ഞം എത്തി നിൽക്കുന്നത്. ഈ ഘട്ടത്തിൽ നിങ്ങൾ ഉയർത്തുന്ന ആരോപണങ്ങൾ, നിങ്ങൾ ഉയർത്തുമ്പോൾ നിങ്ങൾക്കെതിരെ, അല്ലെങ്കിൽ നിങ്ങൾ ഉയർത്തിയ ആരോപണങ്ങൾ ശരിയല്ല എന്ന് വ്യക്തമായി പറയേണ്ട സാഹചര്യത്തിലേക്ക് കടന്നു വരുന്നു. നിങ്ങൾ സമാധാനപരമായിട്ട് കുഴപ്പങ്ങളില്ലാതെ മിണ്ടായിരുന്നെങ്കിൽ, അല്ലെങ്കിൽ കോലിട്ടിളക്കാതിരുന്നെങ്കിൽ, നിങ്ങൾ മിണ്ടണ്ടാണെന്ന് ആരും പറഞ്ഞില്ല, പ്രതിപക്ഷമല്ല, നിങ്ങൾ മിണ്ടിക്കൊണ്ടേയിരിക്കും. പക്ഷേ VD സതീശൻ ഒരു കാര്യം മനസ്സിലാക്കണമായിരുന്നു. കൃത്യമായിട്ട് നടക്കേണ്ട കാര്യങ്ങളിലായിരുന്നില്ല നിങ്ങളുടെ നിലപാടുകളും വെളിപ്പെടുത്തലും എന്നുള്ള കാര്യങ്ങളാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അതായത് പ്രതിപക്ഷ നേതാവായ VD സതീശൻ ശരിക്കും ആരോപണം ഉന്നയിക്കുമ്പോൾ വീണ്ടും പരിഹാസനാകുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടുവരുന്നത്. ഓഖി, അതുപോലെ തന്നെ 2 പ്രളയം, കോവിഡ് തുടങ്ങിയ പ്രതിസന്ധികൾ തരണം ചെയ്താണ് ഈ കാലയളവിൽ LDF സർക്കാർ മുന്നോട്ട് പോയത്. LDF സർക്കാരിന്റെ കാലഘട്ടത്തിലാണ് ഈ ഓഖി ദുരന്തം ഉണ്ടായതാകട്ടെ, അതുപോലെ തന്നെ പ്രളയം ഉണ്ടായതാകട്ടെ, അതോടൊപ്പം തന്നെ ഈ പറയുന്ന കോവിഡ് മഹാമാരി ഉണ്ടായതെല്ലാം ഈ കാലഘട്ടത്തിലായിരുന്നു. നിങ്ങളുടെ ഭരണ സമയത്ത് ആയിരുന്നില്ല. നിങ്ങളുടെ ഭരണ സമയത്ത് ഇതൊന്നും ഇല്ലാതിരുന്നിട്ട് നിങ്ങൾ എന്തൊക്കെ അംഗം കാണിച്ചു എന്നുള്ള കാര്യത്തെക്കുറിച്ച് ഞങ്ങൾക്ക് നല്ല ബോധ്യം, പൊതുസമൂഹത്തിന് കൃത്യമായ ബോധ്യമുണ്ട്. അതായത് തുറമുഖത്തിന്റെ ആദ്യഘട്ടം പൂർത്തിയാക്കി ട്രയൽ റണ്ണിലേക്ക് എത്തിച്ചത് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഈ പ്രതിസന്ധിയെല്ലാം കടന്നു വന്നതിന് ഇടയിലാണ്, അല്ലെങ്കിൽ ഇതെല്ലാം പൂർത്തീകരിച്ചതിന് ശേഷമാണ് എന്നുള്ള വസ്തുത നിങ്ങൾ വാദത്തിന് വേണ്ടിയെങ്കിലും നിങ്ങൾ അംഗീകരിക്കാൻ തയ്യാറാകണം. തുറമുഖ നിർമ്മാണം നിർത്തിവെക്കണമെന്ന് ആവശ്യപ്പെട്ടുള്ള സമരസമിതി, ആ സമരസമിതിക്ക് നേതൃത്വം കൊടുത്തവരാരായിരുന്നു? നിങ്ങളായിരുന്നു. കോൺഗ്രസിന്റെ നേതാക്കന്മാരായിരുന്നു. സതീശനായിരുന്നു, സുധാകരനായിരുന്നു, അങ്ങനെ MS നായിരുന്നു. ഇങ്ങനെയുള്ള ആളുകളായിരുന്നു ഇതിന്റെയൊക്കെ മുൻപന്തിയിൽ നിന്നത്. ആ നിങ്ങളാണ് പറയുന്നത് നിങ്ങളെ വിളിച്ചില്ല, അറിഞ്ഞില്ല, ഞങ്ങൾക്കൊരു പരിഗണനയും കിട്ടിയില്ല എന്ന് പറയുന്നവർ നിങ്ങൾ തന്നെയാണ്. ഈ തുറമുഖത്തിന്റെ പ്രവർത്തനം ഒന്നും നടക്കരുത്, നിർമ്മാണ പ്രവർത്തനം ഒന്നും നടക്കരുത് എന്നുള്ള ഒരു ദുർവാശി നിങ്ങൾക്കുണ്ടായിരുന്നു. അത് വിലപ്പോയില്ല. അത് എത്ര റിസ്ക് എടുത്തും ആ കാര്യങ്ങൾ പൂർത്തിയാക്കാൻ ഇവിടുത്തെ ഇച്ഛാശക്തിയുള്ള LDF സർക്കാരിന്റെ പിണറായി ഗവൺമെന്റിന് സാധിച്ചു എന്നുള്ളതാണ്. അതുപോലെ തന്നെ നിർമ്മാണം തടയാനായിട്ട് നിങ്ങൾ ആകുന്നതെല്ലാം നിങ്ങൾ കാണിച്ചു കൂട്ടിയിട്ടുണ്ട്. കാരണം കുറച്ച് കാര്യങ്ങളൊന്നും അല്ല, നിങ്ങൾ ആ കൊല്ലം വിഴിഞ്ഞം ഭാഗങ്ങളിൽ നിങ്ങൾ കാണിച്ചു കൂട്ടിയ അംഗങ്ങളെ കുറിച്ച് മറ്റുള്ളവർക്ക് അറിയില്ല, ആ നാട്ടുകാർക്ക് നല്ല ബോധ്യമുണ്ട്. കാരണം വെച്ചാൽ നിങ്ങൾ അവിടെ നടത്തിയ ഓരോ ആസൂത്രിതമായ നീക്കങ്ങളും, പദ്ധതിക്കെതിരെ നടത്തിയ ശ്രമങ്ങളും കൃത്യമായ അളന്നു മുറിച്ച് അവിടുത്തെ ജനങ്ങൾ ഇന്ന് തുറന്നു പറയുന്നത്, വാർത്താ ചാനലുകളോട് തുറന്നു പറയുന്നത് നിങ്ങൾ തന്നെ കണ്ടതാണ്. അപ്പൊ ഈ ജാള്യത നിങ്ങൾ മറക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഓരോ പുതിയ കാര്യങ്ങൾ ആണ് നിങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ K കരുണാകരൻ മുഖ്യമന്ത്രിയും MV രാഘവൻ തുറമുഖ മന്ത്രിയായിരുന്ന കാലത്താണ് വിഴിഞ്ഞം തുറമുഖത്തിന് തുടക്കം കുറിച്ചതെന്ന വാദവുമായി കോൺഗ്രസിലെ ഒരു വിഭാഗത്തെ രംഗത്ത് വന്നിട്ടുണ്ട്. കണ്ടോ?
കെ മുരളീധരൻ, കെ കരുണാകരനും അതോടൊപ്പം തന്നെ MP രാഘവൻ തുറമുഖ മന്ത്രിയായിരുന്നപ്പോഴാണ് ഇതിന്റെ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് വന്നതെന്നും പറഞ്ഞ് കോൺഗ്രസ്സുകാർ തന്നെ ഇപ്പൊ രംഗത്ത് വന്നിട്ടുണ്ട്. നിങ്ങൾ പറഞ്ഞു ഉമ്മൻചാണ്ടിയാണ് രംഗത്ത് വന്നതെന്ന്. അല്ല, അതല്ല എന്നും പറഞ്ഞുകൊണ്ട് കോൺഗ്രസ്സുകാർ തന്നെ രംഗത്ത് വന്നിട്ടുണ്ട്. ഉമ്മൻചാണ്ടിയുടെ കരാറിനെ രൂക്ഷമായി എതിർക്കുകയും KPCCക്ക് പരാതി നൽകുകയും ചെയ്തവരാണ് ഇപ്പോൾ അദ്ദേഹത്തിന്റെ പേരിൽ ഇറങ്ങുന്നതെന്നും ഇവർ ആരോപിക്കുന്നു. നോക്കൂ, ഉമ്മൻചാണ്ടിയുടെ കരാറിൽ പ്രശ്നങ്ങളുണ്ട്, ആരോപണങ്ങളുണ്ട്, അല്ലെങ്കിൽ അതിൽ കുഴപ്പങ്ങളുണ്ട് എന്ന് വാദിക്കുകയും പരാതി നൽകുകയും ചെയ്തവർ നിങ്ങൾ തന്നെയാണ്. ഇപ്പോൾ ഈ പറയുന്നത് എന്താണ്, ഉമ്മൻചാണ്ടിയെ മഹത്വവൽക്കരിച്ചുകൊണ്ട് നിങ്ങൾ രംഗത്ത് വരുന്നത്. ഉമ്മൻചാണ്ടി നല്ലൊരു മുഖ്യമന്ത്രി എന്നാലും ആർക്കും തർക്കമൊന്നുമില്ല, ജനകീയനായിരുന്നു, അതിലും തർക്കമില്ല. അദ്ദേഹം എന്ത് ചെയ്താലും അതിനകത്ത് സുതാര്യതയും ഉണ്ടായിരുന്നു. പക്ഷെ ഇതിനകത്ത് നിങ്ങൾ കാണിച്ചു കൂട്ടുന്ന അക്രമം മൂലം അല്ലെങ്കിൽ കുരുത്തക്കേട് മൂലം പൊറുതിമുട്ടിയിരുന്ന ആ മുഖ്യമന്ത്രി ആയിരുന്നു എന്നുള്ള വസ്തുതയാണ് ഇവിടെ തുറന്നു പറയാൻ ആഗ്രഹിക്കുന്നത്. അതായത് ലക്ഷ്യം താനാണെന്ന് മനസ്സിലാക്കിയ VD സതീശൻ ശനിയാഴ്ച തന്നെ മലക്കം പറഞ്ഞു. അതായത് കൃത്യമായിട്ട് പണി വരാൻ പോകുന്ന ആർക്കിട്ടാണെന്ന് സതീശന് കൃത്യമായിട്ട് മനസ്സിലായി. അതോടുകൂടി ശനിയാഴ്ച ഇന്നലെ വളരെ നൈസായിട്ട് മലക്കം പറയുന്ന ഒരു കാഴ്ചയും കണ്ടു. അതായത് കെ കരുണാകരനും MP രാഘവനുമാണ് തുറമുഖത്തിന് തുടക്കം കുറിച്ചതെന്നായിരുന്നു ശനിയാഴ്ച ഇന്നലത്തെ സതീശന്റെ പ്രതികരണം. കാരണം കോൺഗ്രസിൽ തന്നെ ആളുകള് കെ കരുണാകരന്റെയും MP രാഘവന്റെയും പേര് ഉയർത്തിക്കൊണ്ട് വന്നതോടുകൂടി ഇവർ കൂടുതൽ വെട്ടിലേ. അതാണ് ഇനി അതിനോടൊപ്പം നിക്കലേ മാർഗമുള്ളൂ എന്ന് മനസ്സിലാക്കിയോ. സതീശനെ ടാർഗറ്റ് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ നൈസായിട്ട് എന്ത് ചെയ്തു, കൃത്യമായിട്ട് ഇന്നലത്തെ വൈകുന്നേരം ഇറങ്ങിയ സ്റ്റേറ്റ്മെന്റുകളിലെല്ലാം ഈ ഇന്നലെ പറയുന്നത് കെ കരുണാകരനും MP രാഘവനിലുമാണ് തുടക്കം എന്ന് കൃത്യമായിട്ട് അതിലേക്ക് കടന്നുപോയി. അതുപോലെ ഉമ്മൻചാണ്ടിയുടെ കരാറിനെ ഏറ്റവും കൂടുതൽ രൂക്ഷമായി വിമർശിച്ച കോൺഗ്രസ് നേതാവ് VD സതീശനായിരുന്നു. അതായത് പാർട്ടിക്കുള്ളിൽ തന്നെ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിരുന്ന ആളായിരുന്നു VD സതീശൻ. എന്തിന്റെ പേരിൽ ഉമ്മൻചാണ്ടിയുടെ ഈ കരാറിനെതിരെ ഏറ്റവും കൂടുതൽ വിഷയം ഉണ്ടാക്കി പ്രശ്നങ്ങൾ സൃഷ്ടിച്ച വ്യക്തിയായിരുന്നു. കരാറിലെ ക്രമക്കേടുകളെ കുറിച്ചുള്ള CAGയുടെ കണ്ടെത്തലിനെ തുടർന്ന് വിശദ ചർച്ച വേണമെന്നാവശ്യപ്പെട്ട് അന്നത്തെ KPCC പ്രസിഡന്റ് MM ഹസന് VD സതീശൻ കത്തും നൽകിയിരുന്നു. നോക്കൂ, അതായത് രേഖാമൂലം, ചുമ്മാ ഒരു ആക്ഷേപമല്ല, രേഖാമൂലം നിങ്ങൾ കാണിച്ച പ്രവർത്തികളെ, ഈ വിഴിഞ്ഞം തുറമുഖത്തിന്റെ പ്രവർത്തികൾ നടക്കാതിരിക്കാനും അത് ഇംപ്ലിമെന്റ് ആയി കേരള സമൂഹത്തിന് മൊത്തം അല്ലെങ്കിൽ രാജ്യത്തിന് തന്നെ മുതൽക്കൂട്ടാകേണ്ട ഒരു പദ്ധതിയെ തകർക്കാനും വേണ്ടി നിങ്ങൾ ചില പ്രത്യേക അജണ്ടകൾ വെച്ചുകൊണ്ട്, ചില സ്വാർത്ഥ താല്പര്യങ്ങൾ വെച്ചുകൊണ്ട് നിങ്ങൾ നടത്തിയ ചില കെണികളെ കുറിച്ച് ജനങ്ങൾക്ക് ബോധ്യമുണ്ട്, നല്ല കോൺഗ്രസ്സുകാർക്കും ബോധ്യമുണ്ട്. അതുകൊണ്ടാണ് ഉമ്മൻചാണ്ടിയെ നിങ്ങൾ പൊക്കി പിടിച്ചപ്പോൾ പറഞ്ഞത് ഉമ്മൻചാണ്ടിക്കെതിരെ ഏറ്റവും കൂടുതൽ പണി ഈ വിഴിഞ്ഞം കരാറിന്റെ പേരിൽ ഒപ്പിച്ചത് നിങ്ങൾ തന്നെയായിരുന്നു. ഇപ്പൊ കെ കരുണാകരനും MP രാഘവനുമായിരുന്ന കാലഘട്ടത്തിലായിരുന്നു അതിന്റെ തുടക്കം കുറിച്ചെന്ന് കോൺഗ്രസ്സുകാർ പറഞ്ഞുകൊണ്ട് വരുന്നുണ്ട്. അതിന്റെ കാരണം ടാർഗറ്റ് ഇയാളെ തന്നെയാണ്. അതുകൊണ്ടാണ് ഈ തരത്തിലേക്കുള്ള കാര്യങ്ങളിലേക്ക് നീങ്ങിയത്. ഇപ്പൊ ഏതായാലും സതീശന് കാര്യമൊക്കെ ബോധ്യമായിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കണേ. ഇനി നേരം ഉറങ്ങുന്ന മനുഷ്യനാണെങ്കിൽ ഉണർത്താൻ സാധിക്കും, എന്നാൽ ഉറക്കം നടിക്കുന്ന ആളെ ഉണർത്താൻ സാധിക്കില്ല. എന്ത് തന്നെ ആയാലും വിഴിഞ്ഞം തുറമുഖത്തേക്ക് മദർഷിപ്പ് എത്തിയിരിക്കുന്നു. കൂടുതൽ ചരക്ക് ഗതാഗതം ഓണത്തോടു കൂടി തന്നെ ഫുൾ ഫ്ലഡ്ജിൽ പ്രവർത്തനം കമ്മീഷൻ ചെയ്യപ്പെടുന്ന വിഴിഞ്ഞത്തിന്റെ ഭാവി ഈ നാടിന്റെ തന്നെ പുരോഗതിയാണ്, ഈ രാജ്യത്തിന്റെ തന്നെ പുരോഗതിയാണ്. ഒരു ഇന്ത്യക്കാരനായതിനാൽ, വിശിഷ്യ ഒരു കേരളീയനായതിനാൽ, മലയാളിയായതിനാൽ നമുക്ക് ഈ പദ്ധതിയോടൊപ്പം അഭിമാനിക്കാം.